ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ മലയാള മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചകളിൽ അമ്മയ്ക്ക് ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഒരു വഴിപാടുണ്ട് കേട്ടോ. അപ്പോൾ അത് നടത്താനായിട്ട് അമ്മ പോകുന്ന വഴിക്ക് എന്നെയും പൊന്നുനെയും കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി റെഡിയായി നിന്നതാണ് കേട്ടോ. സാധാരണ സാരിയിൽ അങ്ങനെ നിൽക്കാറില്ല അല്ലേ? എന്താ കാരണം എന്നറിയോ? ഇന്ന് രാവിലെ മോളെ ഒരുങ്ങിയപ്പോൾ അവൾ ധാവണി കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ധാവണി കൊടുത്ത സ്ഥിതിക്ക് അമ്മ സാരി കൊടുക്കണമെന്ന്. എന്തായാലും മോളുടെ ഒരു ആഗ്രഹമല്ലേ, ഒരു ചുരിദാറൊക്കെ സെറ്റാക്കി വെച്ചിരുന്ന ഞാൻ എന്തായാലും സാരിയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്ക് എടുത്താലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ആ സമയം കൊണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലും എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു, വഴിപാടൊക്കെ നടത്തി. പിന്നെ കുറച്ച് സമയം അമ്പലത്തിൻ്റെ പുറകുവശത്തായിട്ട് വന്നിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ ഇരിക്കുമ്പോഴേ, ഒരു വല്ലാത്ത ശാന്തതയാണ് കേട്ടോ. അപ്പോൾ പുറകുവശത്തുള്ള വിളക്കാണിത്. ഒരു ചേച്ചി ഇപ്പോൾ ഇവിടെ കൊളുത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും സുന്ദരമായൊരു കാഴ്ചയാണ് ദാ ഈ കുളം എന്ന് പറയുന്നത്. ഭയങ്കര വലിപ്പമാണ് കേട്ടോ ഈ കുളത്തിന്, നല്ല ആഴവുമുണ്ട്. അപ്പോൾ ദാ ഈ കുളത്തിൽ പ്രത്യേകത എന്താണെന്നറിയോ, നിറയെ മീനുകളുണ്ട് ഇവിടെ. നല്ല തിലോപ്പിയില്ലേ, അതാണെന്നാണ് തോന്നുന്നത്. നിറച്ചുണ്ട് കേട്ടോ, പലതരം മീനുകൾ ഇവിടെ ഒക്കെ ഓടി നടക്കണുണ്ടായിരുന്നേ. പിന്നെ ഈ അമ്പലത്തിൽ നിന്നുണ്ടല്ലോ നമുക്ക് അവലും മലരും കിട്ടും പ്രസാദമായിട്ടേ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, ആ അവലും മലരും കൊണ്ടുവന്ന് ഈ മീനുകൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുമെന്നേ. അപ്പോൾ അതുപോലെ തന്നെ മോളും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതാ ഇവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ എവിടെ നിന്നൊക്കെയോ ഉള്ളവന്മാരൊക്കെ ഓടി വന്ന് കിടന്ന് മരഞ്ഞ് തിന്ന് തീർക്കും കേട്ടോ. പെട്ടെന്നാണ് ഇതൊക്കെ തിന്ന് തീർക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ കുളമൊക്കെ എവിടെയാണ് ഉള്ളത്? ഈ അമ്പലങ്ങളിലല്ലാതെ എവിടെയാണ് വീടുകളിൽ കുളമുള്ളത്? പണ്ട് എല്ലാ വീടുകളിലും കുളം ഉണ്ടായിരുന്നു. അത് കുളത്തിൽ കുളിക്കുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ആ വെള്ളത്തിൻ്റെ ഒരു കുളിർമ ഒന്ന് ഓർത്ത് വയ്ക്കേ, എന്ത് രസമാണ്. എല്ലാ ഓർമ്മകൾ മാത്രമാണല്ലേ ഇപ്പോൾ. ഒന്നും നമുക്കിനി തിരിച്ചു കിട്ടാത്തൊരു കാലം. ഇപ്പോഴോ സ്വിച്ച് ഇട്ടാൽ അപ്പം തന്നെ വെള്ളം കിട്ടും. കറണ്ടില്ലേ, വെള്ളവും ഇല്ല, വെളിച്ചവും ഇല്ല, ഒന്നുമില്ല. അതായി കാലം. എന്തായാലും മോക്ക് ഇതൊരു പുതിയ അനുഭവമാണ്. മോക്ക് എപ്പോൾ അമ്പലത്തിൽ പോയാലും ഇങ്ങനെ കൽപ്പടവിൽ വന്നിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടത്തിൽ ഞാനും ഇരുന്നു കേട്ടോ. എന്താ വഴക്കിടോ? വഴക്കിടുവാണോ? ഒന്നും കിട്ടാത്തതിന് പിണങ്ങിയിരിക്കുക വന്നു. എന്താന്നും കിട്ടാത്ത? കിട്ടിയില്ലായിരുന്നു. ഇത് തുമ്പത്തിരിക്കുന്നല്ല, കിട്ടാത്ത എന്താ പിന്നെ? വെള്ളത്തിൽ ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതേ ഇവിടെ ഒരു പരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ എപ്പോഴും കുളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എന്തിനാണെന്നറിയോ, നിറയെ മീനുകളുണ്ടല്ലോ, അതിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മോൾ അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമാണ് അതിൻ്റെ കരച്ചിലൊക്കെ കേൾക്കാൻ. നിങ്ങൾ കേട്ടില്ലേ ആ കരച്ചിൽ? മീൻ കിട്ടാഞ്ഞിട്ട് പിണങ്ങിയിരുന്ന് കരയാണ് ആൾ. ഞാനും മോളും ചോദിച്ചു പിണങ്ങിയിരിക്കുകയാണോ എന്ന്. ആളിനത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, തിരിഞ്ഞിരുന്ന് കളഞ്ഞു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ നേരെ ഇരുന്ന ആളാ ഇതാ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് മോളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ ഞാൻ. അങ്ങനെ മോൾ അവിടെ കുറച്ച് നേരം കൽപ്പടവിലൊക്കെ ഇരുന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടു. ഒരു ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷം തോന്നി. അപ്പോഴേ പൊതുവേ ഞങ്ങളിങ്ങനെയാണ്, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കുറേ നേരം അമ്മയും ഞാനും മോളും ഒക്കെ കൂടെ കുറച്ച് സമയം അവിടെ ഇരിക്കും. തൊഴുത് അപ്പം തന്നെ പോരില്ല, കുറച്ച് സമയം അവിടെ ഇരുന്ന് അവിടുത്തെ ഒരു ശാന്തത, അവിടുത്തെ ഒരു വൈബില്ലേ, അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിൽ സ്വീകരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടാറ്റാ.